ഹായ് ഓൾ, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വിഷു കളക്ഷൻസ് ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് പീസാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ചോക്കറാണ്. അപ്പോൾ നിങ്ങളുടെ വിസിബിലിറ്റിക്കായിട്ടാണ് ഞാൻ ഇത് നെക്ലേസ് പോലെ ഇട്ടിരിക്കുന്നത്. ചോക്കർ ആകുമ്പോഴത്തേക്കും ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ ലെയർഡ് ആയിട്ടുള്ള എമറാൾഡ് സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു കോയിൻ ഡിസൈൻ ആണ്. ക്ലാസിക് എലഗൻറ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് തരും. അതുപോലെ തന്നെ ഇതൊരു ആൻറ്റിക് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ജ്വല്ലറി പീസാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ 50% ഓഫ് എന്ന രീതിയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള കളർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇയറിംഗ്സും ഉണ്ട്. അപ്പോൾ ഇതാണ് ആ ഇയറിംഗ്സ്. ഇതും ഒരു ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് പീസായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ടെമ്പിൾ സ്റ്റൈലായിട്ടുള്ള ലക്ഷ്മി പെൻഡൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഷോർട്ട് ഹാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു നെക്ക് പീസാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മാച്ചിങ് ആയിട്ടുള്ള ഒരു ഇയറിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫെസ്റ്റിവൽസ് അതുപോലെ തന്നെ എന്താണ് വെഡ്ഡിങ് ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പീസാണ്. അപ്പം അതത്ര ഹെവി അല്ല, എന്നാൽ നമുക്ക് കുറച്ച് യുണീക്കായിട്ട് നിൽക്കാനും പറ്റും. അപ്പം അങ്ങനത്തെ ഒരു പീസാണിത്. ഇതിനകത്ത് റൂബി സ്റ്റോൺസും അതുപോലെ തന്നെ എമറാൾഡ് സ്റ്റോൺസുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ തേർഡ് വൺ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ഹാരമാണ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഒക്കേഷൻസൊക്കെ ബ്യൂട്ടിഫുള്ളായിട്ട് പെയർ ചെയ്യാൻ പറ്റും. ഇതൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷനാണ്. അപ്പോൾ ഇത് ഇടുമ്പോഴത്തേക്കും നമുക്ക് യൂണീക്കായിട്ട് നിൽക്കാനും പറ്റും. അതായത് നമുക്ക് വിഷു അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് പോകുമ്പോഴത്തേക്കും സെറ്റ് സാരിയുടെ കൂടെയൊക്കെ നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് പെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഒരു മാച്ചിങ് ആയിട്ടുള്ള ഒരു ഇയറിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഷോർട്ട് ഹാരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെയായിട്ട് ഒരു ഗ്രീൻ പെൻഡൻ്റ് ആണ് കൊടുത്തത്. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് നെക്ക് പീസ് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മിനിമലിസ്റ്റിക് ലുക്ക് നൽകുന്ന ഒരു നെക്ക് പീസാണ്. ഇതൊരു മാങ്ങ ഡിസൈനിൽ വരുന്ന ഒരു മാലയാണ്, അതായത് ഒരു നെക്ലീസ് ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫെസ്റ്റിവൽസ് അതുപോലെ തന്നെ വെഡ്ഡിങ് ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ ഇത് ഒരു ഗ്രീൻ ഷേപ്ഡ് ആയിട്ടുള്ള എമറാൾഡ് ആയിട്ടുള്ള ഒരു കളർ മാങ്ങ ഡിസൈനാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു റൂബി സ്റ്റോൺസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡീറ്റെയിലിങ്ങിനായിട്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു മാച്ചിങ് ആയിട്ടുള്ള ഒരു ഇയറിംഗ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പീസ് നോക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്ന ഒരു പീസാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു കോയിൻ ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരു ട്രഡീഷണൽ വൈബ് കൂടി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്തനിക് ആയിട്ടുള്ള ഒരു വിയർ അതുപോലെ തന്നെ ഒരു ഫെസ്റ്റീവ് വിയറിൻ്റെ കൂടെയൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന പീസാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു മാച്ചിങ് ആയിട്ടുള്ള ഒരു ഇയറിംഗ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പീസ് എന്ന് പറഞ്ഞാൽ പേഴ്സണലി എൻ്റെ ഒരു ഫേവറേറ്റ് പീസായിട്ടുള്ള ഒരു പീസാണ്. അപ്പോൾ നമ്മളിത് വെയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ലുക്ക് എന്ന് പറയുന്നത് വളരെ എൻഹാൻസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ്. അപ്പോൾ ഇനിയും നമ്മൾ പുതിയ വിഷു കളക്ഷൻസ് ആയിട്ട് വരുന്നതാണ്. അപ്പം നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഹായ് ഓൾ, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വിഷു കളക്ഷൻസ് ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് പീസാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ചോക്കറാണ്. അപ്പോൾ നിങ്ങളുടെ വിസിബിലിറ്റിക്കായിട്ടാണ് ഞാൻ ഇത് നെക്ലേസ് പോലെ ഇട്ടിരിക്കുന്നത്. ചോക്കർ ആകുമ്പോഴത്തേക്കും ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ ലെയർഡ് ആയിട്ടുള്ള എമറാൾഡ് സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു കോയിൻ ഡിസൈൻ ആണ്. ക്ലാസിക് എലഗൻറ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് തരും. അതുപോലെ തന്നെ ഇതൊരു ആൻറ്റിക് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ജ്വല്ലറി പീസാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ 50% ഓഫ് എന്ന രീതിയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള കളർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇയറിംഗ്സും ഉണ്ട്. അപ്പോൾ ഇതാണ് ആ ഇയറിംഗ്സ്. ഇതും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് പീസായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്